ഹായ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫണ്ടമെന്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റാൻഡം വേരിയബിളിനെ കുറിച്ചും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുമാണ്. അപ്പോൾ നമുക്കറിയാം, എ വേരിയബിൾ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എൻ എൻറ്റിറ്റി ദാറ്റ് ക്യാൻ ടേക്ക് എനി വാല്യൂ. ഫോർ എക്സാമ്പിൾ, ഒരു വേരിയബിളിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ വേരിയബിൾ. വെയ്റ്റ്, ടെമ്പറേച്ചർ, കളർ, ഒപ്പീനിയൻ, ഇതൊക്കെ വേരിയബിൾസിനൊരു എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് എന്താണ് റാൻഡം വേരിയബിൾ എന്ന് നോക്കാം. റാൻഡം വേരിയബിളിൻ്റെ രണ്ട് ഡെഫിനിഷൻസ് ആണ് ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് രണ്ടാമത്തെ ഡെഫിനിഷൻ നോക്കാം. റാൻഡം വേരിയബിൾ ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ സം സ്പേസ്. അത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഒന്നാമത്തെ ഡെഫിനിഷനിലോട്ട് പോയി നോക്കാം. എ വേരിയബിൾ ഈസ് സെഡ് ടു ബി എ റാൻഡം വേരിയബിൾ ഇഫ് ഇറ്റ്സ് വാല്യൂസ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. അപ്പോൾ നമുക്ക് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിന് രണ്ട് ഡെഫിനിഷൻസ് ഉണ്ട്. ഈ രണ്ട് ഡെഫിനിഷൻസും ഈക്വൽ ആണോ, അല്ലെങ്കിൽ ഏതാണ് ബെറ്റർ? ആലോചിക്കുക. നമ്മൾ ഇതുവരെയും പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള ഡെഫിനിഷൻ ഏതാ? റാൻഡം വേരിയബിൾ ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ ദ സാമ്പിൾ സ്പേസ്. മറ്റൊരു ഡെഫിനിഷൻ, അത് നമുക്കൊരു ലേമാൻ സ്റ്റൈൽ ഡെഫിനിഷൻ വിളിക്കാം. അതെന്താണ്? എ റാൻഡം വേരിയബിൾ ഈസ് സെഡ് ടു ബി എ വേരിയബിൾ ഈസ് സെഡ് ടു ബി എ റാൻഡം വേരിയബിൾ ഇഫ് ഇറ്റ്സ് വാല്യൂസ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. അപ്പം നമുക്ക് നോക്കാം, ഇതിൽ രണ്ടിൽ നമുക്ക് ഇനി കമ്പയർ ചെയ്ത് നോക്കാം. ഇതിൽ ഏത് ഡെഫിനേഷനാണ് ബെറ്റർ, അല്ലെങ്കിൽ ഈ ഡെഫിനേഷൻ രണ്ട് ഡെഫിനേഷൻ സെയിം ആണോ നമുക്ക് നോക്കാം. നമുക്ക് ഡെഫിനേഷൻ 2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഡെഫിനേഷൻ 2 പറഞ്ഞിരിക്കുന്നത് റാൻഡം വേരിയബിൾ ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ സാമ്പിൾ സ്പേസ് എന്നാണ്. അപ്പം ഇവിടെ വി ഹാവ് കൺസിഡേർഡ് എസ് as sample space and R a set of real numbers, and we considered a random variable x. X is a function mapping from according to definition 2, x is a function mapping from sample space to R. Suppose നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്, റാൻഡം എക്സ്പെരിമെന്റിൽ ആകെപ്പാടെ മൂന്നേ ഔട്ട്കംസേ ഉള്ളൂ. ദാറ്റ് ഈസ് W1, W2, W3, 3 ഔട്ട്കംസേ ഉള്ളൂ. ഓക്കെ, സോ എസ് എന്ന് പറഞ്ഞ സാമ്പിൾ സ്പേസിലെ എലമെന്റ്സും W1, W2, W3 ആയിരിക്കും. അതുപോലെ W1 മാപ്പിംഗ് ടു A1, that means the image of W1 is A1 and image of W2 is A2 and image of W3 is A3. A1, A2, A3 are any 3 real numbers. ഓക്കെ, അപ്പം നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ x of W1 is equal to A1 അല്ലേ? അതുപോലെ x of W2 is equal to A2 and x of W3 is equal to A3. ഇവിടെ A1, A2, A3 എന്ന് പറയുന്നത് എക്സിൻ്റെ വേരിയസ് വാല്യൂസ് ആണ്. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ എടുക്കുന്ന എക്സിന് പറഞ്ഞ വേരിയബിളിന് പോസിബിൾ ആയിട്ടുള്ള 3 വാല്യൂസ് ആണ്. ഈ 3 വാല്യൂസ് മാത്രമാണ് എക്സിന് പോസിബിൾ ആയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇൻ ജനറൽ എക്സ് ഓഫ് W ഈക്വൽ ടു എ എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നമ്മൾ പറഞ്ഞു എക്സിൻ്റെ 3 വാല്യൂസ് ആണ് A1, A2, A3 എന്ന് പറയുന്നത്. ഇനി ഈ എക്സ് ഏത് വാല്യൂ അസ്യൂം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആരാ നോക്കി. ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ആയി നിൽക്കുവാണ്. വേരി ചെയ്യുന്നത് ആരാണ്? W1, W2, W3. അതായത് എക്സിൻ്റെ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബ്രെയിനാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ആ ഡബ്ല്യുവിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് എയുടെ വാല്യൂ, അതായത് എക്സിൻ്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. W എന്നുള്ളത് W1 ആയപ്പോൾ എക്സിൻ്റെ വാല്യൂ A1 ആയി. W എന്നുള്ളത് W2 ആയപ്പോൾ എക്സിൻ്റെ വാല്യൂ A2 ആയി. W എന്നുള്ളത് W3 ആയപ്പോൾ എക്സിൻ്റെ വാല്യൂ A3 ആയി. അപ്പം എക്സ് ഏത് വാല്യൂസ് എടുക്കും തീരുമാനിക്കുന്നത് ആരാ? ഈ W1, W2, W3 ആണ് അല്ലേ? ഇനി W1, W2, W3 വെച്ചാൽ എന്താ? സാമ്പിൾ സ്പേസിലെ എലമെന്റ്സ് ആണ്. ഇനി സാമ്പിൾ സ്പേസിലെ എലമെന്റ്സ് എന്ന് വെച്ചാൽ എന്താ? അത് ഒരു റാൻഡം എക്സ്പെരിമെന്റിലെ ഔട്ട്കംസ് ആണ്. സോ ഈ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഏത് വാല്യൂ അസ്യൂം എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ റാൻഡം എക്സ്പെരിമെന്റ്സിലെ ഔട്ട്കംസ് ആണ്. സോ എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ. സോ ഡെഫിനിഷൻ 2 implies definition 1. So both are same. That means x is a variable is said to be a real random variable if its values are determined by the outcomes of a random experiment. അപ്പോൾ രണ്ട് ഡെഫിനേഷനും സെയിം ആണ്. ഇനി നമുക്ക് ഈ റാൻഡം വേരിയബിളിനെ രണ്ടായിട്ട് കാണാൻ പറ്റും, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും.
A random variable that may assume either a finite number of values or an infinite sequence of values such as 0, 1, 2, etc. is referred to as a discrete random variable. And okay, example നോക്കുവാണെങ്കിൽ consider an experiment of operating an airport. Okay, എയർപോർട്ടിൻ്റെ രാവിലെ ഒരു 9 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയം എടുത്ത് വെച്ചേക്കും. So number of aeroplanes landing, that's a random variable. That may be 0, 1, 2, etc. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ കൺസിഡർ ഇപ്പം നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയാലും അല്ലെങ്കിൽ ATM കൗണ്ടറിൽ പോയാലും അല്ലെങ്കിൽ ഏത് ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടറിൽ പോയാലും ബാങ്കിൽ പോയാലും ഒക്കെ നമുക്കിവിടെ ക്യൂ നിൽക്കണം. അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എക്സാമ്പിളിൽ നോക്കുവാണെങ്കിൽ കൺസിഡർ the number of people waiting outside an ATM counter. Number of people waiting outside an ATM counter. That's another random variable. And മറ്റൊരു famous random variable വെച്ച് കഴിഞ്ഞാൽ consider a random experiment of tossing a coin 3 times. So and define the random variable as number of heads. Okay, അപ്പോൾ x ഏതൊക്കെ വാല്യൂസ് എടുക്കാം? 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം അല്ലേ? So these are all some simple examples for discrete random variables. ഇനി നമുക്ക് continuous random variable എന്താ നോക്കാം. A random variable that may assume any numerical value in an interval or a collection of intervals is called a continuous random variable. For example, consider a supermarket. അവിടെ ആ ബില്ലിംഗ് സെഷന് മുമ്പിൽ കുറേ പേർ നമ്മളിങ്ങനെ ക്യൂ നോക്കും അല്ലേ, എന്തിനാ ബില്ല് പേ ചെയ്യാം. സോ വെയിറ്റിംഗ് ടൈം, നമ്മൾക്ക് സർവീസ് കിട്ടാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, വെയിറ്റിംഗ് ടൈം ഇസ് എ റാൻഡം വേരിയബിൾ. അതുപോലെ എല്ലാ സർവീസിലും ഇപ്പം സിനിമാ തിയേറ്ററിൽ പോയാലും അല്ലെങ്കിൽ ബാങ്കിൽ പോയാലും ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടേഴ്സ് പോയാലും ഒക്കെ നമ്മൾ വെയിറ്റിംഗ് ഉണ്ട്. അപ്പം വെയിറ്റിംഗ് ടൈം ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. മറ്റൊന്ന് ഹൈറ്റ്, ദാറ്റ്സ് അനദർ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. മറ്റൊന്ന് വെയിറ്റ്, അതുപോലെ ടെമ്പറേച്ചർ. ദീസ് ആർ ഓൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ബിക്കോസ് these random variable will assume values from an interval. അടുത്ത കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ചോക്ലേറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ ചോക്ലേറ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രോബബിലിറ്റി തന്നെയാണ്. ഇനി പ്രോബബിലിറ്റി ആർക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? പ്രോബബിലിറ്റി നമ്മൾ റാൻഡം വേരിയബിൾസിന്റെ വാല്യൂസിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. ഈ ടോട്ടൽ പ്രോബബിലിറ്റി 1നെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അങ്ങനെ ഒരാളുണ്ട്. അതായത് നമുക്ക് ഇഷ്ടം പോലെ 1ന് ഒരു 1/2 കിടക്കട്ടെ, 2വിന് ഒരു 1/3 കൊടുക്കാം, അല്ലെങ്കിൽ 3ന് ഒരു 1/4 കൊടുക്കാം. അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത് കറക്റ്റായിട്ട് തീരുമാനിക്കുന്ന ഒരാളുണ്ട്. അയാളുടെ പേരാണ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ. അദ്ദേഹമാണ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ. പ്രോബബിലിറ്റി ഫംഗ്ഷനാണ് റാൻഡം വേരിയബിൾസിന്റെ വാല്യൂസിന് എങ്ങനെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം തീരുമാനിക്കുന്നത്. ഈ പ്രോബബിലിറ്റി ഫംഗ്ഷന് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളുള്ള പേര് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നും, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ അതിന് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയും. Probability mass function provides probability that the random variable assumes a particular value. ഒരു പർട്ടിക്കുലർ വാല്യൂ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനിൽ നമുക്ക് തരുന്നത്. അതായത് റാൻഡം വേരിയബിളിന്റെ ഓരോ വാല്യൂസിനും എത്രത്തോളം കൊടുക്കുന്നു പറ്റും. പക്ഷേ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ റാൻഡം വേരിയബിളിന്റെ ഓരോ വാല്യൂസിനും എത്ര പ്രോബബിലിറ്റി കൊടുക്കുന്നു പറയത്തില്ല. അതെന്താ തരുന്നത്? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ പ്രൊവൈഡ്സ് probability that the random variable assumes any value in an interval. ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ നിന്നും ആ റാൻഡം വേരിയബിൾ വാല്യൂ അസ്യൂം ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ തരുന്ന ഇൻഫർമേഷൻ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു വീഡിയോയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.